നമസ്കാരം. അമേരിക്ക ഇറാന് മുൻപിൽ മുട്ടുമടക്കി. ഇറാനെ വെല്ലുവിളിച്ച് യുദ്ധം ചെയ്യാനിറങ്ങിയ ട്രംപ് തോറ്റു തുന്നമ്പാടി. യുദ്ധത്തിന് മുൻപ് ഇറാന്റെ കൈവശമുണ്ടായിരുന്ന യുറേനിയം, ആ യുറേനിയം എന്ന് പറയപ്പെടുന്നത് 400 കിലോഗ്രാമിലധികം ഉയർന്ന സമ്പുഷ്ടതയുള്ള യുറേനിയമായിരുന്നു. അതിന് ഇറാന് വേണമെങ്കിൽ ബോംബ് നിർമ്മിക്കാം, ഏത് നിമിഷം വേണമെങ്കിൽ അത്തരത്തിൽ ബോംബ് നിർമ്മാണം നടത്താം. അമേരിക്ക ഉപരോധം പൂർണ്ണമായിട്ട് നീക്കിയാൽ മാത്രമേ ഈ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ എന്ന് ഇറാൻ തന്നെ തിരിച്ചടിച്ച സാഹചര്യത്തിൽ അതെങ്ങനെയായിരിക്കും ചെയ്യാൻ പോവുക? അതായത് ഇറാനെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ഉപരോധങ്ങളും പൂർണ്ണമായിട്ട് പിൻവലിച്ചാൽ ഒരു 60% വരെ സമ്പുഷ്ടമാക്കിയ യുറേനിയം സംവിധാനം ദ്രവീകരിക്കുവാൻ വേണ്ടി തയ്യാറാണ് എന്നാണ് ഇറാന്റെ ആണവോർജ സംഘടന അതിന്റെ മേധാവിയായിട്ടുള്ള മുഹമ്മദ് ഇസ്ലാമി അറിയിച്ചിരിക്കുന്നത്. 60% സമ്പുഷ്ടമാക്കിയ യുറേനിയം ദ്രവീകരിക്കുവാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മറുപടി എന്ന് പറയപ്പെടുന്നത് ഉപരോധങ്ങൾ മുഴുവൻ നീക്കുമോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും എടുക്കാൻ പോകുന്ന തീരുമാനം ഇറാന്റെ ഭാഗത്ത് നിന്നാണ് ഇസ്ലാമി അറിയിച്ചിരിക്കുന്നത്. ദ്രവീകരണം എന്നത് മറ്റു വസ്തുക്കളുമായി കലർത്തി യുറേനിയത്തിന്റെ സമ്പുഷ്ടതയുടെ തോത് കുറയ്ക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ്. AFP റിപ്പോർട്ട് അനുസരിച്ചിട്ട് കഴിഞ്ഞ വർഷം ജൂണിൽ US-ഉം ഇസ്രായേലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നതിന് മുൻപ് 2015 ലോകശക്തികളുമായിട്ട് ഒപ്പുവെച്ച ആണവ കരാറിൽ അനുവദിച്ചിരുന്ന 3.67% പരിധിയെ മറികടന്ന് ഇറാൻ 60% വരെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ കരാർ പിന്നീട് പ്രാബല്യം നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് US ഇറാൻ ആണവായുധ വികസനത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് ആരോപിക്കുന്നുണ്ട് എങ്കിലും ടെഹ്റാൻ പക്ഷേ ഈ ആരോപണം ശക്തമായിട്ട് നിഷേധിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം 60% വരെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്ന ഏക ആണവായുധമില്ലാത്ത രാജ്യം ഇറാനാണ് എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം യുദ്ധത്തിന് മുൻപ് ഇറാന്റെ കൈവശം ഉണ്ടായിരുന്ന 400 കിലോഗ്രാമിലധികം ഉയർന്ന സമ്പുഷ്ടതയുള്ള യുറേനിയം ഇപ്പോൾ എവിടെയാണ് എന്നത് വ്യക്തമല്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ UN പരിശോധനാ സംഘം ജൂൺ 10 അവസാനമായിട്ട് ഇവിടെ ഇതിന്റെ സ്ഥാനം രേഖപ്പെടുത്തിയത് എന്നാണ് AFPയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2025 മെയ് മാസത്തിൽ UN ആണവ ഏജൻസി ഇറാന്റെ പക്കൽ 60%-ഓളം സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം 440 കിലോഗ്രാമിൽ കൂടുതൽ ഉണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഈ അളവ് കുറയ്ക്കണമെന്നായിരുന്നു അമേരിക്കയുടെ ആവശ്യം. ഇത്രയധികം സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം ഇറാന്റെ പക്കൽ ഉണ്ടായാൽ ഇത് ഉടനടി 90%-ലേറെ സമ്പുഷ്ടീകരിക്കാനാകുമെന്നും എളുപ്പത്തിൽ ബോംബ് നിർമ്മാണം നടത്താനാകുമെന്ന് അമേരിക്ക പറയുകയും ചെയ്തു. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിൽ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിരോധിക്കണമെന്ന ആവശ്യം ആവർത്തിച്ച് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ശമിപ്പിക്കുന്നതിനായിട്ട് ഇറാൻ കാര്യമായിട്ടുള്ള ഇളവുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആണവ പദ്ധതി താൽക്കാലികമായിട്ട് നിർത്തിവെക്കുവാനുള്ള സാധ്യതയെക്കുറിച്ച് അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ആണവോർജ ഉത്പാദനത്തിനായിട്ട് പ്രാദേശിക കൺസോർഷ്യം രൂപീകരിക്കണമെന്ന കഴിഞ്ഞ വർഷത്തെ നിർദ്ദേശം, ആ നിർദ്ദേശമാണ് ഇറാൻ കൂടുതൽ അനുകൂലമായി കാണുന്നത് എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ അതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള അലി ലാരിജാനി പരമാധികാര നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സന്ദേശവുമായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് മോസ്കോയിൽ അടുത്തിടെ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 2015 ആണവ കരാറിന്റെ ഭാഗമായിട്ട് ചെയ്തതുപോലെ സമ്പുഷ്ടമാക്കിയ യുറേനിയം സംഭാരം അത് റഷ്യയിലേക്ക് അയക്കുവാനുള്ള സാധ്യതയാണ് ഇറാൻ ഇതിലൂടെ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം പരമാധികാര നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവായിട്ടുള്ള അലി ഷംഖാനി സൂക്ഷിച്ചിരിക്കുന്ന ആണവ വസ്തുക്കൾ നീക്കം ചെയ്യില്ല എന്നും, എന്നാൽ ആവശ്യമായുള്ള പ്രതിഫലം ലഭിച്ചാൽ 60%-ൽ നിന്ന് 20%-ലേക്ക് സമ്പുഷ്ടീകരണം കുറയ്ക്കാൻ തയ്യാറാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ഇറാന്റെ ഈ വെല്ലുവിളികൾ, അല്ലെങ്കിൽ ഇറാന്റെ യുറേനിയത്തിലെ സമ്പുഷ്ടീകരണം അടക്കമുള്ളവ എന്ന് പറയപ്പെടുന്നത് ട്രംപിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഇറാനെ വല്ലാത്ത വെല്ലുവിളിയൊക്കെ ട്രംപ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇറാനെ വെല്ലുവിളിക്കുന്ന ട്രംപ് തോറ്റു പിന്മാറേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്കെതിരെ നിങ്ങൾ എടുത്തിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഉപരോധങ്ങളും നീക്കിയാൽ മാത്രം ഈ യുറേനിയത്തിന്റെ സമ്പുഷ്ടീകരണത്തിൽ ഒരു 60%-ൽ മാത്രം ഇളവ് വരുത്താം എന്നുള്ളത് മാത്രമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇല്ല എങ്കിൽ അമേരിക്ക ഇറാനെതിരെ ആഞ്ഞടിച്ചോളൂ, യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ തയ്യാറാണ് നിങ്ങളെ നേരിടാൻ എന്നുള്ള തലത്തിലേക്ക് ഇറാൻ എത്തിക്കഴിഞ്ഞു. അപ്പൊ അമേരിക്ക ഇറാന് മുൻപിൽ ഇപ്പോൾ മുട്ടുമടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇറാനെ ഏത് വിധത്തിലും തകർത്ത് കളയാമെന്നും എങ്ങനെയും തകർത്ത് തരിപ്പണമാക്കാമെന്നുള്ള ഒരു തോന്നൽ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിനുണ്ടായിരുന്നു. ട്രംപാണ് സത്യത്തിൽ ഈ ഇറാനെതിരെ ഇത്തരത്തിലുള്ള ഒരു കലുഷിതമായൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയെടുത്തത്. എന്നാൽ അമേരിക്ക മുന്നോട്ട് വെച്ച പല നിലപാടുകളോടും വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഇറാൻ
അവസാനം ട്രംപിനെ മുട്ടുകുത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു. അപ്പോൾ ഇറാന്റെ വെല്ലുവിളികൾ സ്വീകരിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു. മുൻപ് ഇറാനെ വെല്ലുവിളിക്കുന്ന ട്രംപിനെയും അമേരിക്കയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇപ്പോൾ ഇറാന്റെ വെല്ലുവിളികൾ സ്വീകരിക്കേണ്ടി വരുന്ന ഒരു ഗതികളിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വരും ദിവസങ്ങളിലെ നീക്കങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഇറാനെതിരെ ശക്തമായിട്ടുള്ള ആക്രമണം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും. അത്തരത്തിലൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണെങ്കിൽ കൂടിയും ട്രംപിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് അമേരിക്കയെ തളയ്ക്കുക, തകർക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രമായിരിക്കും ഇറാന്റെ ആക്രമണങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.